ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എവിടെ പോവാന്നറിയോ? എടി നമ്മൾ എവിടെ പോവാ? യെസ്, നമുക്ക് മൂന്നാർ പോകാം. മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. മഞ്ഞ് മാത്രം കാണാം. അയ്യോ, രാവിലെ തന്നെ ഭയങ്കര മഞ്ഞും തണുപ്പുമാണ് ഗൈസ്. കുട്ടിക്കാനം കയറുമ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പ്. ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര തണുപ്പാ. എന്റെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിന്റെ അവിടെ ആകാറായി. ഞാൻ കാണിച്ചു തരാമോ നിങ്ങൾക്ക്? സൗണ്ട് ഒക്കെ അടഞ്ഞിരിക്കുക. നമ്മള് വാളഞ്ഞങ്ങാനം വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമല്ല ഈ വെള്ളച്ചാട്ടത്തില്. ചാർലി മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളച്ചാട്ടമായിരുന്നു. മൂന്നാർ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ തൊട്ട് ഞങ്ങളുടെ പാവം കൺമണി കൊച്ചിന്റെ മണ്ടയില് കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കുട്ടിക്കാനും കയറിയപ്പോ കൊച്ചിന് പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. അങ്ങനെ പതിയെ ഞങ്ങളുടെ കൊച്ചു താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പുണ്ടായിരുന്നോ? ഭയങ്കര തണുപ്പാണോ? ആണോ? കൊള്ളാമായിരുന്നോ? സൂപ്പറാണോ? അതുകൂടി കാണിക്കാം, അതുകൂടി കാണിക്കാം. പറ, സൂപ്പർ ആണോന്ന് പറ. പല കൺമണി സൂപ്പറാണോ? മരിച്ചു പോയോ എന്റെ കൊച്ച്? തണുത്ത് മരച്ചിരിക്കും എന്റെ കൊച്ചു, അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. സ്കൂളിലില്ലേ, ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? എങ്ങനെ പോയിട്ട് ക്ലാസ്സെ കൊണ്ട് ഇരുത്തി എല്ലാരും കൂടെ 5 മിനിറ്റ് ഇരുന്നു. 5 മിനിറ്റ് അവിടെ ഇരുന്ന് പാർക്കിൽ പോവാ. നീ പാർക്കിൽ പോകണോ സ്കൂളിൽ പോന്നേ? നീ പാർക്കിൽ പോലെയാണ് സ്കൂളിൽ പോന്നെ? വീടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എഴുന്നേറ്റ് കണ്ടു കണ്ടു. നീ എന്തിനാ സ്കൂളിൽ പോകുന്നത്? നീ ഇന്ന് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് സാറ് നിനക്ക് പാവ തന്നോ? ഫാദറിനോട് തന്നോ? എന്നിട്ട് നീ പാർക്കിൽ പോകാനാണോ സ്കൂളിൽ പോകുന്നത്? എന്ത് ഫാദറിനോട് നീ ചോദിച്ചാ പാർക്കിൽ പോകട്ടെ? ഫാദറിനോട് ചോദിക്കത്തില്ലെന്നോർത്ത് വഴക്ക് ഇവർക്ക് പേടിയായിട്ട് കേറത്തില്ലെന്ന് ഓർത്തെ. ഞാൻ പറഞ്ഞു നീ എന്താ ഫാദറിനോട് ചോദിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഫാദറെ പാർക്കിൽ കയറിക്കോട്ടെ ചോദിച്ചോ? നമ്മൾ കുട്ടിക്കാനും എത്തി. കുട്ടിക്കാനും അവിടെ ചെന്നപ്പോഴേ ടൈം പാസ് നമ്മളെ കൺമണിയാണ് കേട്ടോ. കൺമണിയുടെ സംസാരം കേൾക്കാൻ അടിപൊളിയാ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ടീച്ചറിനോട്. ടീച്ചറിനോട് അങ്ങനെയൊന്നും പറയരുത്. ടീച്ചറിനോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോ കമ്മണി എന്ത് പറയും? വെള്ളച്ചാട്ടം കാണുവാണോ? അവിടെ എവിടെയാണ് വെള്ളച്ചാട്ടം? അതിന് ചുമ്മാ തള്ളിയേക്കോ അവള്. ഓ, ജസ്റ്റ് കിട്ടിയെന്നാണ് പറഞ്ഞത്. എനിക്ക് വയ്യ. മൂന്നാർ പോയിട്ട് കണ്ണിക്ക് മുട്ടായി വേണോ? പിന്നെ ടൂർ പോയി കഴിച്ചാ കഴിച്ച ഉപ്പിലിട്ടതാണ് അല്ലേ? കോണ്, പോപ്കോൺ അല്ലേ മറ്റേ സ്വീറ്റ് കോണ്. സ്വീറ്റ് കോൺ ആണോ നിനക്ക് വേണ്ടത്? അത് നമുക്ക് മേടിക്കാം കേട്ടോ. സ്വീറ്റ് കോൺ മേടിച്ചു തരാമേ കേട്ടോ. ഉപ്പിലിട്ടോ മേടിച്ചു തരാം. കൊച്ച് ചുമ്മാ നീ ചുമ്മാ പാറു എന്നല്ലേ ഈ പറയുന്നേ? എന്നെ പറയുന്നല്ലേ? ഗുഡ് ഗേൾ ആണോ ചോദിക്കുമ്പോ എന്ത് പറയും? കമണിക്ക് സ്വീറ്റ് കോൺ ഒന്നും ഞാൻ മേടിച്ചു തരത്തില്ല. നീ ഇങ്ങനെ ആണെങ്കിൽ കണ്ണൊക്കെ മേടിച്ചു തരത്തില്ല. ഞാൻ പറയും കണ്ണച്ചോട് മേടിച്ചു തരട്ടെന്ന്. നീ പറ. ഹലോ ഗൈസ് എന്ന് പറയാനാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകുന്ന കാര്യം ചോദിച്ചപ്പോ നീ എന്തിനാ ഹലോ ഗൈസ് പറഞ്ഞത്? പറ. നമുക്ക് കൺമണിയുടെ പാട്ട് കേട്ട് പോകാം കേട്ടോ. കൺമണി പാട്ട് പാട്. ഇതേത് പാട്ടാ? നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? വേറൊരു പാട്ട് പാട്.
അയല പൊരിച്ചതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊളുംപൊടി ഇട്ട വെച്ച അല്ല ചെമീൻ കടിയുണ്ട്, ചോറുണ്ട്, ഉപ്പിട്ട മാങ്ങയുണ്ട്, കടിയുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. ഓക്കെ, നല്ല പാട്ട്. ഇനി കമ്മണിയുടെ പാട്ട് കേട്ടായിരിക്കും കൂടെ നമ്മള് ട്രിപ്പ് തുടരുന്നത്. നമ്മുടെ ട്രിപ്പ് വെള്ളത്തിലാകുമോ? മഴ പെയ്യുന്നുണ്ടല്ലോ, ആകുമോ? മുങ്ങിപ്പോത്തുന്നില്ല. എന്റെ കമ്മണി സ്കൂള് മുങ്ങി പോണം. നിനക്ക് അതാണ് ആഗ്രഹം? നിനക്ക് പഠിക്കാൻ പോയാ സത്യം പറഞ്ഞത് പാറ് പറഞ്ഞത് സ്കൂളിൽ അവധിയായിരിക്കും. നീ മഴ പെയ്തോണ്ട് സ്കൂളിന് അവധിയാന്ന് പാറ് പറഞ്ഞോ? അതാണോ കൊച്ചു ഉദ്ദേശിച്ചേ? പറഞ്ഞോ? അടുത്തുള്ള ദിവസം ചേച്ചിയെ ഞാൻ ഓ എന്നെ കൊന്നേ. എന്നോട് സ്കൂളിൽ പോയി ഞങ്ങള് പോകുമ്പോ ഉള്ള ടൈം പാസ് ആണിത്. ഞങ്ങളുടെ ടൈം പാസ്. നമുക്ക് സമയം പോകുന്ന അറിയത്തില്ലാത്ത ഒരേ ഒരു കാര്യം. ഇതേതാ ഈ ഡാം? ഇരട്ടയാർ ഡാമല്ലേ? നമ്മള് ഇരട്ടയാർ ഡാമിന്റെ അവിടെ എത്തി കഴിച്ചു. ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്തും തെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വല്ല തോണ്ടിലും പോവാമോ? ആനച്ചാല് പോവാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വിശക്കുന്നുണ്ടോ? കഴിക്കാം. ഓക്കെ, കഴിക്കാൻ പോവാം. ഓക്കെ, ഞാൻ നെയ് റോസ്റ്റ്. കൊച്ചിന് എന്താ വേണ്ടേ? നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് കമ്മണിക്ക് മതിയില്ലേ? ലച്ചുവിന് കമ്മണി ഒരുമിച്ച് കഴിക്കാം. നല്ലതല്ലേ കമ്മണി? അമ്മേ ചേച്ചിക്ക് എന്നാ വേണ്ടേ? പാപ്പ ചേച്ചിക്കോ? പാപ്പ ചേച്ചി അമ്മ ചേച്ചി മസാല ദോശ വന്ന്. കമ്മണിക്കോ? കമ്മണിക്ക് എന്നാ വേണ്ടേ പറ. അത് അമ്മ അപ്പുറത്തിരിക്കുന്നോണ്ട് തോന്നുന്നതാ. പിന്നെ നിനക്ക് എന്നാ വേണ്ടേ? ആ ദോശ വേണ്ട, നെയ് റോസ്റ്റ് മതി. ഓക്കെ, ദോശ എന്ന് പറഞ്ഞ പേര് കടിച്ചോ. എങ്ങനെയുണ്ട് ദോശ? അടിപൊളിയാണോ? സോറി, ഗീ റോസ്റ്റ് എങ്ങനെയുണ്ട്? ദോശ അല്ല കേട്ടോ ഇത്. നെയ് റോസ്റ്റ് എങ്ങനെയുണ്ട്? പറ, എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളിയാണോ? സൂപ്പറാണോ? സൂപ്പറാ അല്ലേ? കൊള്ളാം. ഓക്കെ, കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മൂന്നാറിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം നേരെ മൂന്നാർ. അപ്പം മൂന്നാർ പോകും. ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം.
അമ്മ പറ എങ്ങനെയുണ്ട് കഴിക്ക്. നമ്മളിപ്പോ മാട്ടുപടി ഡാമിന്റെ അവിടെയാണ്. നല്ല തണുപ്പുണ്ടല്ലേ? മാങ്ങ എങ്ങനുണ്ട്? കൊള്ളാമോ? ഞാനും കഴിക്കട്ടെ. മാങ്ങ കഴിക്കാം. മാങ്ങ ഇവിടെ കൊള്ളാലോ. ചിറ്റേ അയ്യോ അന്നമനെ കൊണ്ടുവന്ന് പാണി ആണോ? ഓ അങ്ങനെ. ഞാനോർത്തിന് എന്നെ വർത്താനം പറഞ്ഞ് കേറി കഴിഞ്ഞ് ചിറ്റയെ കാണുന്നില്ല. ചിറ്റ എന്നാ മൂന്നാർ വരെ നടക്കട്ടെ. മൂന്നാറല്ല, മൂന്നാർ കഴിഞ്ഞു. വട്ടവട. നമ്മളിതേ വട്ടവടയിൽ വന്നു. വട്ടവട ഇതാണ് വട്ടവടയിലെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് സ്ട്രോബെറി ഫാം കാണാൻ പോവാം. ഇത് ഇവിടെ വ്യൂ പോയിന്റ് ആണ്. കുറേ ദൂരമുണ്ട്. ഓഫ് റോഡ് ആണ് മൊത്തം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുലുങ്ങി 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 വരാം. ജീപ്പിന് വരേണ്ടവർക്ക് ജീപ്പിന് വരാം. അതെ. ഇനി സ്ട്രോബെറി ഫാമിലോട്ട് പോകാം. ഇവിടെ ഫുള്ള് ഫാമുകളാണ്. സ്ട്രോബെറി, അതുപോലെ തന്നെ കോളിഫ്ലവറോ അങ്ങനെ എന്തൊക്കെയോ ഫാമിംഗ് ആണ്. അടിപൊളിയാണ്. ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. നല്ല വ്യൂ ആണ് ഇവിടുത്തെ. ഞാൻ വ്യൂ ഒക്കെ കാണിച്ചു തരാമേ. ഇനി സ്ട്രോബെറി ഫാമൊക്കെ കാണാൻ പോകാനുണ്ട്. അടിപൊളി സ്ട്രോബെറി ഫാം കാണാൻ പോവാണ്. ഇവിടെ വരുമ്പം ഏറ്റവും കൂടുതലും കാണാൻ പറ്റുന്നത് ഈ ഫാമും അതുപോലെ തന്നെ കുറേ കൃഷിയൊക്കെ, ഈ ക്യാബേജൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പോയി സ്ട്രോബെറി ഫാം കാണാം. ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മളിത് ഈ കടയിൽ നിന്ന് സ്ട്രോബെറി ഒക്കെ മേടിച്ചു. സ്ട്രോബെറി അടിപൊളിയാണ്. അതുപോലെ തന്നെ സ്ട്രോബെറി ജാം ഒക്കെ മേടിച്ചു. നല്ലതാണ്. നമ്മളിവിടുന്ന് കഴിച്ചു നോക്കിയിട്ടാണ് മേടിച്ചത്. കൊള്ളാം. നമുക്കിനി പോയി ഫാം കാണാം. നമുക്ക് പോയിട്ട് അവിടുത്തെ സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ കാണാം. പറിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചോദിച്ചു നോക്കാം. നമുക്ക് പോയി കാണാൻ പറ്റും. ആംഗ്ല അത് കണ്ടോ? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ട്രോബെറി ഫാം. ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ഈ വഴി ഭയങ്കര പാടാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളും കാണാൻ നല്ല രസമുണ്ട്. സ്ട്രോബെറി ഒക്കെ നിൽക്കുന്ന കാണാൻ അടിപൊളിയാണ്. ഇവിടെ വെളുത്തുള്ളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. കാണാൻ പറ്റില്ല, വെച്ചതേ ഉള്ളൂ. നമുക്ക് വരാൻ കുറച്ച് പാടാണ് ഇതുവഴി. അതാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. സ്ട്രോബെറി എല്ലാം പറിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ. അത് പഴുത്താണോന്ന്? ഇത് പഴുത്താണോന്ന്? അത് അതല്ല, മുന്നത്തെ. ആ ആണോ? മോനെ കഴിച്ചോ, കുഴപ്പമില്ല. കെമിക്കലൊന്നും ഇല്ലാത്ത ധൈര്യം.
മധുരം മോനെ ഇല്ല ഫുള്ള് കഴിക്കൂല ഫുള്ള് കഴിക്കൂല മധുരം ഉണ്ടടി നല്ല മധുരം ഉണ്ട് ചേച്ചി അമ്മ ചേച്ചി നോക്ക് മേലോട്ട് നോക്ക് ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണോ സ്ട്രോബെറി ഇപ്പം പിക്ക് ചെയ്തതേ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കുഞ്ഞതിന് വരെ നല്ല കുഞ്ഞാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരം. പിന്നെ നമ്മളങ്ങനെ സ്ട്രോബെറി ഫാമിൽ വന്ന് സ്ട്രോബെറി പിക്ക് ചെയ്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ട്, തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, നല്ല ക്ലൈമറ്റ്. നമുക്കിനി വണ്ടിയിൽ തിരിച്ചു പോവാം, എന്നിട്ട് ബാക്കിയൊക്കെ കാണാം. ബൈ ബൈ ടാറ്റാ, നമുക്ക് കാണാം ബാക്കി. ഫാമിലി സ്ട്രോബെറി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആണോ? ഫുള്ള് ഈ സ്ട്രോബെറി ഫാമും അതുപോലെ തന്നെ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെയാണ്. നമ്മൾ നേരത്തെ പോയത് ഒരു സ്ട്രോബെറി ഫാമിലാണ്, ഇത് വേറൊരു ഫാമാണ്. ഇത് സ്ട്രോബെറിയുടെ തന്നെയാണ്, ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ സ്ട്രോബെറി ഉണ്ട്, പിന്നെന്താണ് സ്ട്രോബെറിയുടെ ഐറ്റംസ് ഉണ്ട്, അതായത് ജാമുണ്ട്, വൈനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം അതുപോലെ കുറേ ഫാമുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു ഫാമിലാണ് ഇതിപ്പം. കമ്മണി വൈൻ കുടിക്കാൻ പോവാണോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? വേറെ ഒരു വൈനാണ്, ദിവസം കൂടിയിട്ടുള്ള വൈൻ. അതൊക്കെ വീഡിയോ ഇടുന്നെങ്കിൽ ശരി. ഉച്ചയ്ക്ക് എങ്ങനെയുണ്ട് ചിറ്റേ? നോക്ക്, കൊള്ളാമോ? ഓക്കെ. കമ്മണിക്ക് കിട്ടിയോ? സാറിന് കിട്ടിയോടി? ആ, നിനക്ക് കിട്ടിയോ? ചെറിയ എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, കുറച്ചില്ലാലും കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്. കൊള്ളൂലേ? അയ്യോ കൊള്ളൂലേ അമ്മണി? കൊള്ളാമോ? കൊച്ചിനെ ഇഷ്ടപ്പെടും. പിടിക്കാം പിടിക്കാം. ചൂടുണ്ടോ? ഫുഡൊക്കെ കഴിച്ചു, 5 മണിയായി, പക്ഷെ ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോഴാണ് കഴിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, കഴിച്ചു. ഇനി ഞങ്ങൾ പാർക്കിലോട്ട് പോകും. ഇനി എങ്ങോട്ടാ? ഇനി നമുക്ക് അടുത്തത് പാർക്കിൽ. Come on guys. ഇവിടെ മൂന്നാറ് തന്നെ ഉള്ളൊരു പാർക്കാ, ചിൽഡ്രൻസ് പാർക്കാ കേട്ടോ. അമ്മയാ
എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇവിടെ ചെള്ളയില്ല. ആ ഓക്കെ. കൺമണി ഓക്കെ. കമണി ഓക്കെ 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 വാ. നിന്നോട് കഥ പറയാനല്ലോ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വാ. അവിടെ നിന്ന് കഥ പറയാ. അവള് പേടിയുണ്ടോ? മടിയിരുന്ന് പോകാൻ പറ്റില്ല, വീഴും. അപ്പം നമ്മൾ മൂന്നാറിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ്. ഈ സമയത്ത് അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, നല്ല തണുപ്പ്. അപ്പം നമുക്ക് വണ്ടിയിലോട്ട് പോവാം. ടാറ്റാ. അപ്പൊ നമ്മള് വീട്ടിൽ പോവാ. എല്ലായിടത്തും പോയി വന്നു. നമുക്ക് എന്തായാലും പോവാം. എങ്ങനെയാണോ കൺമണി? കൺമണി എങ്ങനെയുണ്ടായിരുന്നു മൂന്നാർ ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു മൂന്നാറിലെ ട്രിപ്പ്? സൂപ്പർ ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ? പാറു എങ്ങനെയുണ്ട് മൂന്നാർ ട്രിപ്പ്? അടിപൊളി. വീട്ടിലോട്ട് പോവാം. ഇന്നത്തെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ബൈ ബൈ.